അപ്പോളോ SBI കാർഡ് സെലക്ട്. SBI ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് അപ്പോളോ ആയിട്ട് ടൈപ്പായിട്ട് വരുന്ന ക്രെഡിറ്റ് കാർഡാണിത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, അപ്പോളോ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ അപ്പോളോ ഫാർമസിയിലും നമ്മൾ ഈ കാർഡ് വഴി ചെയ്യുന്ന സ്പെൻഡിങ്ങിനാണ് നമുക്ക് റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ കാർഡിൻ്റെ ഫുൾ ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് വേറെ വരുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കാർഡ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വൗച്ചർ കിട്ടുന്നുണ്ട്. ഈ വൗച്ചറാണ് കിട്ടുന്നത്. 1500 രൂപ വെറുത്തായിട്ടുള്ള വൗച്ചറാണ് നമുക്ക് കിട്ടുന്നത്. ജോയിനിങ് ഫീസ് 1500 രൂപയാണ്. അത് നമ്മൾ പേ ചെയ്യുമ്പോൾ 60 ദിവസത്തിനുള്ളിൽ നമ്മുടെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ വൗച്ചർ നമുക്ക് കിട്ടുന്നത്. ഈ വൗച്ചർ നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും മെഡിസിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോളോ ഫാർമസിയിൽ നിന്ന് നമുക്ക് ഇത് റെഡീം ചെയ്ത് മേടിക്കാവുന്നതാണ്. അപ്പോളോയുടെ ഈ കാർഡ് എടുക്കുമ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ഫിറ്റ്നസ് പ്രോ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് 1 വർഷത്തേക്കുള്ളത്. ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. 10 റിവാർഡ് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഓരോ 100 രൂപ അപ്പോളോയുടെ 24/7 അല്ലെങ്കിൽ അപ്പോളോ ഫാർമസിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഡൈനിങ്, മൂവി, എൻ്റർടൈൻമെൻറ്റ്, ട്രാവൽ, ഈ കാറ്റഗറീസിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2x റിവാർഡ് പോയിൻറ്റ്സ് ഈ കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിന് പുറമേ ചെയ്യുന്ന പേയ്മെൻറ്റ്സ്, അതർ ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് ഓരോ 200 രൂപയ്ക്കും 1 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത്. 1 റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് പോയിന്റ് ആണ്. ഒരു ഹെൽത്ത് പോയിന്റിന്റെ വാല്യൂ വരുന്നത് 1 രൂപയാണ്. 1% ഫ്യൂവൽ സർചാർജ് പേപ്പറും കൂടി ഈ കാർഡിനൊപ്പം വരുന്നുണ്ട്. 500 രൂപ മുതൽ 4000 രൂപ വരെയുള്ള ട്രാൻസാക്ഷനിലാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. കാർഡ് എടുത്തതിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ 50,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ഹെൽത്ത് ചെക്കപ്പ് നടത്താനായിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ പറ്റും. കാർഡ് ആനിവേഴ്സറി ഇയറിൽ 50,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും കോംപ്ലിമെൻ്ററി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഈ കാർഡിൻ്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമ്മൾ 3 ലക്ഷം രൂപ ഈ കാർഡ് വഴി 1 വർഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 6 ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോയ്സിൻ്റെ സ്മാർട്ട് വാച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 8,000 രൂപ പുറത്തായിട്ടുള്ള വാച്ചാണ് നമ്മൾ 6 ലക്ഷം രൂപ ഇയർലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇതിനെല്ലാം പുറമെ നമുക്ക് ലൗഞ്ച് ആക്സസ് ഫെസിലിറ്റി ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസ് 4 എണ്ണമാണ് നമുക്ക് ഇയറിലുള്ളത്. ക്വാർട്ടർലി നമുക്ക് 1 എണ്ണമാണ് എടുക്കാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ലൗഞ്ച് ആക്സസും ഈ കാർഡിൽ വരുന്നുണ്ട്. 2 ഇൻ്റർനാഷണൽ ലൗഞ്ച് ആക്സസ് ആണ് പ്രയോറിറ്റി പാസ് വഴി നമുക്ക് കിട്ടുന്നത്. ഈ കാർഡിൻ്റെ ഫീസ് നമുക്ക് നോക്കാം. 1499 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസായിട്ട് വരുന്നത്. ആനുവൽ ഫീസ് വരുന്നത് 1499 രൂപ പ്ലസ് GST ആണ്. 3 ലക്ഷം രൂപയ്ക്ക് മേലെ സ്പെൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഈ കാർഡ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് അപ്പോളോ ഹോസ്പിറ്റലിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ കൊണ്ട് നിങ്ങൾ ചെക്കപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ അപ്പോളോ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഡ് കുറച്ച് ബെനിഫിറ്റ് ആണ്. അതുപോലെ അവരുടെ ഫാർമസിയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ കാർഡ് ബെനിഫിറ്റ് ആണ്. ഈ കാർഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുവഴി അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് വീഡിയോസൊക്കെ കൂടുതൽ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്, ഫിനാൻഷ്യൽ കണ്ടൻറ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക.